മലബാർ ഫുഡിനെ പറ്റി പ്രത്യേകം പറയണ്ടല്ലോ. ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള എന്തോരം ഫുഡ് ഐറ്റംസ് ആണ്. എല്ലാം ഒടുക്കത്തെ ടേസ്റ്റുമാണ്. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 4 പത്തിരികളുടെ റെസിപ്പിയാണ്. വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട പത്തിരി എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാണാൻ മാത്രമല്ല ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണേ. തുർക്കി പത്തിരി എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് ട്ടോ സംഭവം. ഏകദേശം നമ്മുടെ പണ്ടത്തെ മണി ബാഗിന്റെ ഒക്കെ ഷേപ്പ് ഉണ്ടോ? അപ്പോഴേ മൈദ മാവ് ഇതുപോലെ പരത്തിയെടുത്തിട്ട് സെന്ററിലേക്ക് ചിക്കന്റെ ഫില്ലിങ്ങും മുട്ട പുഴുങ്ങിയതിന്റെ ഹാഫും കൂടി ചേർത്ത് സാരി ഞൊറിയുന്ന പോലെ ദാ ഇങ്ങനെ അങ്ങ് ഞൊറിഞ്ഞെടുക്കണം. സാരി ഞൊറിയാൻ ഇഷ്ടമുള്ളവർക്ക് അവരുടെ കലാവിരുത് ഇവിടെ കാണിക്കാട്ടോ. കണ്ടോ ഏകദേശം ദാ ഈ ഒരു ഷേപ്പ്. ഇതിന്റെ ഫില്ലിങ്ങിനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട ചിക്കൻ ഫ്രൈ ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അവസാനം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. മാവ് ഉണ്ടാക്കുന്നതിനെ പറ്റി പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. മൈദയിൽ ഉപ്പും വെള്ളവും കൂടി ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി ഞാൻ ആദ്യം കാണിച്ച തുർക്കി പത്തിരി വെളിച്ചെണ്ണയിലിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോഴിക്കോട്ടെ കണ്ണ് വെച്ച പത്തിരി കഴിച്ചിട്ടുണ്ടോ? കണ്ണ് വെച്ച പത്തിരി, കണ്ണേച്ച പത്തിരി, മടക്ക് പത്തിരി എന്നൊക്കെ പറയും. ആരൊക്കെ കണ്ണ് വെച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും കണ്ണ് വെച്ചിട്ടുണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യും. നല്ല ഏതെങ്കിലും സ്പൈസി കറികൾ കൂടിയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അതിനായിട്ട് ഓരോ കപ്പ് വീതം മൈദ, ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി വെക്കാം. ഇനി അത് നമുക്ക് പരത്തിയെടുക്കാം. അല്പം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. ഇനി 4 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് എണ്ണ തേച്ച് കൊടുക്കണം. ഓരോ സൈഡും മടക്കിയിട്ട് ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. ഇനി 4 സൈഡിൽ നിന്നും സെന്ററിലേക്ക് ദാ ഇതുപോലെ മടക്കി വെക്കണം. ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഓരോ സൈഡിലും കണ്ണിന്റെ ഷേപ്പ് വരുന്നത് കൊണ്ടാണ് ഈ പത്തിരിക്ക് ഈ പേര് വന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അത് തിരിച്ചിട്ടിട്ട് ദാ ഇതുപോലെ പരത്തിയെടുക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ചൂടാകുമ്പോൾ ഓരോ പത്തിരി വീതം ചേർത്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കണ്ണ് വെച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതെന്താണിത്? ഈ സോപ്പ് പത പോലുള്ള സാധനം വെച്ച് എന്താ ചെയ്യാൻ പോണെന്നാണോ? പറഞ്ഞുതരാം. ഇതാണ് മലബാർ സ്പെഷ്യൽ നുരപ്പത്തിരി. പേര് പോലെ തന്നെ പത കൊണ്ട് അല്ലെങ്കിൽ നുര കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പത്തിരി. വായി വെക്കുമ്പോ തന്നെ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ്. നല്ലൊരു സ്പൈസി കറിയുടെ കൂടെയോ അല്ലെങ്കിൽ അല്പം തേങ്ങാപ്പീരയും മധുരമൊക്കെ ചേർത്ത് കഴിക്കാനും അടിപൊളിയാണ്. എന്റെ വീട്ടിലൊന്നും ഇതുപോലെ ഒരു പത്തിരി ഉണ്ടെന്ന് അറിയത്ത് പോലും ഇല്ല കേട്ടോ. എന്തായാലും സംഭവം കിടുവാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മണിക്കൂർ കുതിർത്ത് വെച്ച ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കാം. കൂടെ 2 മുട്ട, 1/4 കപ്പ് തേങ്ങാപ്പാല്, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് എക്സ്ട്രാ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നിട്ട് ആ നുര ഓരോ തവി വീതം കോരി കോരി എടുത്തിട്ട് വേണം പത്തിരി ചുടാൻ. നെയ്പത്തല്, മലബാറുകാരുടെ സ്വന്തം നെയ്പത്തല്. മലബാർ ഫുഡ് കഴിക്കാനുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അവരുടെ എല്ലാ ഐറ്റംസും അടിപൊളിയാണ്. അതിനായിട്ട് കുതിർത്ത് വെച്ച 1 കപ്പ് പുഴുങ്ങലരിയും 1/4 കപ്പ് പച്ചിരി 1 കപ്പ് തേങ്ങയും മിക്സിയിലോട്ട് ചേർത്ത് കൊടുത്തപ്പോൾ പുറത്തോട്ട് ചാടിപ്പോയി. സാരില്ല. ഇനി ഒരു സബോളയും നല്ല ജീരകവും പെരുംജീരകവും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഫൈനായിട്ട് അരയ്ക്കരുത്. കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കണം. ഇനി മാവ് ഒന്ന് ടൈറ്റ് ആവാനായിട്ട് 1/2 കപ്പ് അരിപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് വാഴയിലയിലോ പ്ലാസ്റ്റിക് കവറിലോ വെച്ചിട്ട് കൈകൊണ്ട് തന്നെ വട്ടം വട്ടം നാരങ്ങയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മെഹന്തി ഇടുന്ന പോലെ കൈ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്താ, ഒരു സൈഡ് നന്നായി പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും കോരി മാറ്റി വെക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പൊ എങ്ങനെയാ, നല്ല ചൂട് നെയ്പത്തൽ എടുക്കട്ടെ ലേശം കോഴിക്കറി മുക്കി കഴിക്കാനായിട്ട്. കൂടെ നല്ല സുലൈമാനിയും കൂടി ഉണ്ടെങ്കിലോ.